الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدا صلى الله عليه وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الناس أوصيكم بتقوى الله أولا بنفسي وإياكم فقال الله تبارك وتعالى أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا عن أبي هريرة رضي الله تعالى عنه قال رسول الله صلى الله عليه وسلم إذا مات الإنسان انقطع عنه عمله إلا من ثلاث صدقة جارية ولد صالح يدعو له علم ينتفع به അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിലും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നാം ഏവരെയും നാമുമായി ബന്ധപ്പെട്ടവരെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. കഴിഞ്ഞുപോയ ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധവും കരുണയുള്ള തമ്പുരാൻ പരിപൂർണമായി മാപ്പ് നൽകുന്നവരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ശേഷിക്കുന്ന ജീവിതം പടച്ചറബിൻ്റെ പൊരുത്തത്തിലായി ജീവിച്ച് എവിടെയായിരുന്നാലും ഈമാനോടുകൂടി മരണപ്പെടാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നാം ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിനായി ജീവിച്ചു മരിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി നിലകൊള്ളുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാമുമായി ബന്ധപ്പെട്ട് നാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രാധാന്യമായ പല വിഷയങ്ങളും പ്രത്യേകിച്ച് നമ്മളുടെ ഈ സാഹചര്യത്തിൽ നാമുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. ആ സന്ദർഭങ്ങളിലെല്ലാം ഒരു മുസ്ലിം എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട വ്യക്തമായ കാഴ്ചപ്പാട് നമുക്കില്ല എങ്കിൽ, ആ വിഷയത്തെക്കുറിച്ച് നേരായ രീതിയിലുള്ള അറിവ് നേടിയില്ല എങ്കിൽ നാം അള്ളാഹുവിൻ്റെ മുമ്പിൽ കുറ്റക്കാരാകും. ഒന്നാമത് തന്നെ. രണ്ടാമതായി, ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിവില്ലാത്തത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട നമ്മളുടെ അഭിപ്രായങ്ങളും നമ്മളുടെ ചിന്തയും അതുമായി ബന്ധപ്പെട്ട നമ്മളുടെ സമീപനങ്ങളും പലപ്പോഴും പല പാപങ്ങളിലേക്കും പല തെറ്റുകളിലേക്കും നമുക്ക് പോകാൻ കാരണമാകും. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ആഴ്ച സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് നാം വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ ഇടവിഷയമായിട്ട് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ വഖഫ് നിയമങ്ങളിൽ വളരെ പ്രാധാന്യമായ ചില വിഷയങ്ങൾ പറഞ്ഞു. എന്നാൽ അതിനുശേഷം അതുമായി ബന്ധപ്പെട്ട ചെറിയ ചില പഠനങ്ങളിലേക്ക് നീങ്ങിയപ്പോൾ
അത്രയും കൊണ്ടൊന്നും മതിയാക്കാൻ പറ്റൂല. അതീവ ഗൗരവത്തോടുകൂടി അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും നാം അറിഞ്ഞിരിക്കൽ ബാധ്യതയാണ് എന്ന് തോന്നിയതിൻ്റെ പേരിൽ വളരെ ഗൗരവമേറിയ വിഷയം അല്ലാഹു തആല എനിക്കും നിങ്ങൾക്കും അതിൻ്റെ ആധികാരികതയോടുകൂടി പഠിക്കാനും അതിനനുസരിച്ച് അതുമായി പെരുമാറാനുമുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, വഖഫ് എന്ന വാക്കിന്റെ അർത്ഥം, വഖഫ എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയെ സൂചിപ്പിക്കുന്നതാണ്. നിന്നു, നിർത്തി എന്നൊക്കെ അർത്ഥം വരും. എന്നൊക്കെ അർത്ഥങ്ങളിലേക്ക് രൂപാന്തരപ്പെടാൻ കഴിയുന്ന ഒരു പദമാണ്. വഖഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം നിർത്തി അല്ലെങ്കിൽ നിന്നു, അതുമായി ബന്ധപ്പെട്ട ഉപയോഗത്തെ നിർത്തിവെച്ചു എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ വഖഫ് എന്ന് സാങ്കേതികമായി പണ്ടൊക്കെ മദ്രസയിൽ നമ്മൾ പഠിക്കുമ്പോൾ വിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് നിർത്തേണ്ടത് എന്ന് സൂചിപ്പിക്കാനായിട്ട് വഖഫ് എന്ന പദം ഉപയോഗിക്കാറുണ്ട്. ചില ആയത്തുകളുടെ ഇടയിൽ നിർത്താൻ അവകാശമുണ്ട്, ചില ആയത്തുകളുടെ ഇടയിൽ നിർത്താൻ പാടില്ല, ചേർത്ത് ഓതണം. അവിടെ നിർത്തിയാൽ വീണ്ടും അതിന്റെ മുമ്പിൽ നിന്നും ചേർത്ത് ഓതേണ്ടി വരും. എന്നാൽ നിർത്തിയിട്ട് അടുത്ത ഭാഗം ഓതുന്നതിനും വഖഫ് എന്ന് പറയാറുണ്ട്. അവിടെ നിർത്താൻ അനുവാദമുണ്ട്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ സാങ്കേതികമായിട്ട് വഖഫ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഉടമസ്ഥാവകാശമായിരുന്ന ഒരു സാധനം, വിലപിടിപ്പുള്ള ഒരു സാധനം, ഒരു വസ്തുവാകാം, ഒരു കുടുംബത്തിന്റെ അധീനതയിൽ ഉടമസ്ഥാവകാശത്തിലുണ്ടായിരുന്ന ഒരു വിഭാഗത്തിന്റെ, ഒരു സംഘടനയുടെ ഏതുമാകാം, ഉടമസ്ഥാവകാശത്തിലുണ്ടായിരുന്നതിന്റെ അവരുടെ ഉടമസ്ഥാവകാശം അള്ളാഹുവിലേക്ക് ഏൽപ്പിക്കുക. ഇതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അതിനെ അള്ളാഹുവിലേക്ക് വഖഫ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് അത് വിൽക്കാൻ പറ്റൂല. ആരാണ് വഖഫ് ചെയ്തത് അവരും ആർക്കു വേണ്ടിയാണ് വഖഫ് ചെയ്തത്. പലപ്പോഴും വഖഫ് ചെയ്യാറുള്ളത് അതിന്റെ ഉപയോഗം അത് മുഅ്മിനീങ്ങൾക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. പല സ്കൂളുകളും മദ്രസകളുടെ അധീനതയിലുള്ള, പള്ളികളുടെ അധീനതയിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഇങ്ങനെ പൊതുവായിട്ട് വഖഫ് ചെയ്യാറുണ്ട്. എന്ന് പറഞ്ഞാൽ ആ സാധനം പിന്നീട് ക്രിയവിക്രിയകൾക്ക് അതീതമാണ്, വിധേയമാക്കാൻ പറ്റൂല. അതിന്റെ ഉപയോഗം അതിങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. ആരാണ് വഖഫ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ സമൂഹം, അവരും ആർക്കു വേണ്ടിയാണോ വഖഫ് ചെയ്ത് അവരെല്ലാവരും പിന്നീട് അതിൽ തത്തുല്യരാണ്. ആർക്കും പ്രത്യേകിച്ച് അതിലൊരു അവകാശമില്ല. ഒരു പറമ്പ് അള്ളാഹുവിന്റെ നാമത്തിൽ വഖഫ് ചെയ്യപ്പെട്ടാൽ ആ വഖഫ് ചെയ്യപ്പെട്ട വസ്തു പിന്നീട് വിൽക്കാൻ പറ്റൂല. ആ വഖഫ് ചെയ്യപ്പെട്ട വസ്തു പിന്നീട് അനന്തരാവകാശമായിട്ട് എടുക്കാൻ കഴിയൂല. ആ വഖഫ് ചെയ്യപ്പെട്ട ഭൂമി പണയം വെക്കാൻ കഴിയൂല. ആ വഖഫ് ചെയ്യപ്പെട്ടതിനെ മറ്റൊരു തരത്തിലും വേറൊരു തരത്തിലേക്ക് ആക്കാനും കഴിയൂല. ഇതിനാണ് വഖഫ് എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടം മുതൽ, അല്ലെങ്കിൽ വിശുദ്ധമായ ഖുർആൻ അതിനു മുൻ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രവാചകന്മാരുടെ കാലഘട്ടം മുതലേ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. പക്ഷേ വളരെ ഗൗരവമേറിയ വിഷയവും വളരെ കുറഞ്ഞ സമയവുമായതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധമായ ഖുർആനിലെ ചില ആയത്തുകളുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് മനസ്സിൽ തോന്നുന്നത് ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് അവതരിപ്പിച്ചു. ആ ആയത്തിന്റെ അർത്ഥം ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങളുടെ സമ്പത്തിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കുന്നത് വരെ ഏറ്റവും നല്ല നന്മ കരസ്ഥവരാക്കിയവരായിട്ട് നിങ്ങളാകൂല. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാ നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്യേണ്ടത്. ആയത്തിറങ്ങി മദീനയിലെ ഏറ്റവും എല്ലാവരും എന്റേതായിരുന്നെങ്കിൽ കൊള്ളാമെന്ന് എല്ലാവരും ആഗ്രഹിച്ചിരുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ കൊണ്ട് ചില പറമ്പുകൾ, ചില ബിൽഡിങ്ങുകൾ, ചില സ്ഥാപനങ്ങൾ അത് കണ്ടിട്ട് ആൾക്കാർ അവരിലേക്ക് നോക്കിയിട്ട് അതുപോലെയാകണം, അതുപോലൊന്ന് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു തോട്ടമുണ്ടായിരുന്നു, ബൈറുഹാ തോട്ടം. ആ തോട്ടത്തിന്റെ ഉടമസ്ഥൻ വേറെ സമ്പത്തൊന്നും ഇല്ലാതിരുന്ന മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു അള്ളാഹുവിന്റെ പ്രവാചകന്റെ സന്നിധിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഹാദിഹി സദഖത്തുൽ ലില്ലാഹ്, ഇത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ സദഖ ചെയ്തിരിക്കുകയാ പ്രവാചകരെ. അള്ളാഹുവിന്റെ റസൂല് വീണ്ടും അബൂ തൽഹയുടെ മുഖത്തേക്ക് നോക്കി, ഇന്നി ഉഹിബ്ബു അൻ അനാലൽ ബിർറ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ആ ആയത്തിൽ പറഞ്ഞതായ നന്മ കരസ്ഥമാക്കപ്പെട്ടവരിൽ ആകാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് ഞാനിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതിനെ ദാനം ചെയ്തിരിക്കുകയാ.
എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുമുതൽ തുടങ്ങി അല്ലെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ കാണാം. അള്ളാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ വഖഫ് ചെയ്യപ്പെട്ടതായിട്ട് മസ്ജിദുൽ നബവി നിലനിൽക്കുന്നത് വഖഫ് ചെയ്യപ്പെട്ടതാ. മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് ഇന്നും അവിടെ ഉംറയ്ക്കും ഹജ്ജിനുമൊക്കെ പോകുമ്പോൾ കാണാം ലോകത്തെ അത്ഭുതകരമായ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനം അതിനോട് ചേർന്നുണ്ട്. ക്ലോക്ക് ടവർ എന്നാണ് അറിയപ്പെടുന്നത്. നമസ്കാരത്തിന്റെ സമയമല്ലാത്ത സർവ്വസമയവും ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന ഒരു സ്ഥാപനമാണ് ക്ലോക്ക് ടവർ. 10 രൂപ 10 റിയാലിന്റെ പൊറോട്ട മുതൽ ലക്ഷങ്ങളുടെ സ്വർണം വരെ 24 മണിക്കൂറും ഇങ്ങനെ കച്ചവടം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം. ആ സ്ഥാപനം അവിടുത്തെ രാജകുടുംബം ഹറമിന് വേണ്ടി 2 ഹറമിന് വേണ്ടിയും വഖഫ് ചെയ്യപ്പെട്ടിരിക്കുകയാ. ലക്ഷക്കണക്കിന് ദീനാറുകൾ മാസം തോറും ഇങ്ങനെ മറിഞ്ഞ് അള്ളാഹുവിന്റെ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിക്ക് വേണ്ടി അല്ലെങ്കിൽ ആ മസ്ജിദിന്റെ ആ ഹറമിന്റെ ചെലവിന് വേണ്ടി ചെലവാക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകനും സഹാബത്തും മദീനയിലേക്ക് വന്ന സംഭവം നമുക്കറിയാം. ഒന്നുമില്ലാതെ മദീനയിലേക്ക് വന്ന സഹാബാക്കൾ അതിനുശേഷം വല്ലാതെ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും അനുഭവിച്ചവരവിടെ അങ്ങനെ ജീവിച്ചു വരികയാ. മദീനത്തുണ്ടായിരുന്ന അൻസാരികളായ സഹാബാക്കൾ അവരിലുള്ളത് ചില ആൾക്കാർക്ക് കൊടുക്കാൻ തയ്യാറായി. ചിലർ പറഞ്ഞു ഞങ്ങൾക്കൊന്നും നൽകണ്ട, മാർക്കറ്റ് ഒന്ന് കാണിച്ചു തന്നാൽ മതി. ചിലർ പറഞ്ഞു അവിടെ ഒരു പെട്ടിക്കടയിടാനുള്ള സൗകര്യം ഒരുക്കി തന്നാൽ മതി എന്ന് പറഞ്ഞു. അതിനുശേഷം പല സഹാബാക്കളും സമ്പന്നരായി. വിശാലമായ വർത്തമാന കാലഘട്ടത്തിന്റെ കച്ചവടവുമായി ബന്ധപ്പെട്ട് സഹാബാക്കളുടെ കച്ചവടത്തെ താരതമ്യപ്പെടുത്തിയിട്ട് പഠിക്കേണ്ടതായ സാഹചര്യം ഈ ഹദീസുകളിലൂടെയൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഏകദേശം ഹിജ്റ 6-ാമത്തെ വർഷം വല്ലാതെ വെള്ളത്തിന് ബുദ്ധിമുട്ട് മദീനയിലുണ്ടായ സന്ദർഭം. ആകെ മുസ്ലിമീങ്ങളും അല്ലാത്തവരുമെല്ലാം ആകാംക്ഷയോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും വരുന്ന ഒരു കിണറുണ്ടായിരുന്നു. ശുദ്ധജലം വളരെ വിരളമായിരുന്നു മദീനയിൽ ആ സന്ദർഭത്തിൽ. ആ കിണറിന്റെ പേര് ബിഅർ റൂമ എന്നായിരുന്നു. ഒരു ജൂതനായ മനുഷ്യന്റെ ഉടമസ്ഥാവകാശത്തിലുണ്ടായിരുന്ന ഒരു കിണർ. അവിടെ വന്ന് ഒരു തൊട്ടി വെള്ളം കിട്ടണമെങ്കിൽ ഒരു മുദ്ദ് ധാന്യം കൊടുക്കണമായിരുന്നു. ഏകദേശം 700 ഗ്രാമോളം ധാന്യം കൊടുത്തിട്ടാണ് ഒരു തൊട്ടി വെള്ളം ഒരു കുടുംബം വാങ്ങിക്കൊണ്ടു പോകുന്നത്. ഇത് കണ്ടിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, ഈ കിണർ വാങ്ങാൻ സമ്പത്തുള്ള ആരാണ് നിങ്ങളുടെ ഇടയിലുള്ളത്? അദ്ദേഹം പറഞ്ഞു, സാധാരണ വിലയ്ക്കൊന്നും ഞാൻ നൽകൂല, ആരും വാങ്ങൂല എന്ന് ധരിച്ചിട്ട് ആ ജൂതനായ മനുഷ്യൻ അതിന്റെ വില പറഞ്ഞു. 35,000 ദിർഹം അദ്ദേഹം വില പറഞ്ഞു. വെള്ളി നാണയം അദ്ദേഹം അതിന് വില പറഞ്ഞു. ഏകദേശം ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കുകയാണ് എങ്കിൽ 88 ലക്ഷത്തിലധികം വില വരുന്ന വില അദ്ദേഹം ആ കിണറിന് വില പറഞ്ഞു. അള്ളാഹുവിന്റെ പ്രവാചകൻ സഹാബാക്കളിലേക്ക് നോക്കി. ആ സഹാബാക്കളുടെ ഇടയിൽ നിന്നും മഹാനായ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റു. മക്കയിലും സമ്പന്നരായിരുന്നു അദ്ദേഹം. എന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനിത് വാങ്ങിയിരിക്കുകയാ. എന്നിട്ട് ആ സമയത്ത് തന്നെ പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാനിതാ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇതിനെ വഖഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്, വഖഫ് ചെയ്തു എന്ന് പറഞ്ഞു. അന്നു മുതൽ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിമീങ്ങളും അന്നു മുതൽ അവിടെ ഉണ്ടായിരുന്ന ജൂതരും അന്നു മുതൽ അവിടെ ഉണ്ടായിരുന്ന ആവശ്യക്കാരെല്ലാം ആവശ്യാനുസരണം അത് ഉപയോഗിച്ചുകൊണ്ടേയിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനുശേഷം നമുക്ക് ഒരുപാട് സംഭവം അറിയാം. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല മക്കയിലും അതിസമ്പന്നനായിരുന്നു. മദീനയിൽ വന്നും അദ്ദേഹം സമ്പന്നനായി. അദ്ദേഹത്തിന്റെ ചരിത്രമാ ഉപമയായി പറയാറുള്ളത്, അള്ളാന്റെ റസൂൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന സഹാബത്തി അൽ മുഹാജിരീന വൽ അൻസാർ, ഈ 2 സഹാബാക്കളുടെ ഇടയിലും അള്ളാന്റെ റസൂൽ സാഹോദര്യബന്ധം സ്ഥാപിച്ചു. എന്നിട്ട് അവരുടെ സമ്പത്തിന്റെ പകുതി വീതിക്കാൻ തയ്യാറായി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഇതുവരെ കൊടുത്തിട്ടേ ഉള്ളൂ, വാങ്ങിയിട്ടില്ല, മാർക്കറ്റ് കാണിച്ചു തരാൻ പറഞ്ഞു. കുറച്ച് ദീനാറുകൾ അദ്ദേഹം സ്വർണ്ണ നാണയങ്ങൾ കടം വാങ്ങി. എന്നിട്ട് അദ്ദേഹം കച്ചവടം തുടങ്ങി. മക്കയിൽ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി അദ്ദേഹം സമ്പന്നനായി. അള്ളാഹുവിന്റെ വിശുദ്ധമായ പ്രവാചകന്റെ സാക്ഷ്യത്തോടുകൂടി അദ്ദേഹം വിശാലമായ ഒരു മൈതാനം വാങ്ങി. ഇന്നത്തെ കണക്കനുസരിച്ച് ഏകദേശം 111 കോടിയോളം വില വരുന്നതായ 40,000 ദീനാറിന്, സ്വർണ്ണ നാണയത്തിന്, ദിർഹമല്ല ദീനാറിന് അദ്ദേഹം അത് വാങ്ങുകയും അത് അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് അതിനെ വഖഫ് ചെയ്യുകയും ചെയ്തു. ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ ഏകദേശം 111 കോടിയോളം വില വരുന്നത് അദ്ദേഹം ദാനം ചെയ്തു. ആയിഷ റളിയല്ലാഹു തആല അൻഹ ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ഒരുപാട് ബഹളം കേട്ടിട്ട് വീടിന് പുറത്തേക്ക് വന്നപ്പോഴേക്കും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ കണ്ടു. 700 ഒട്ടകപ്പുറത്ത് അദ്ദേഹത്തിന്റെ സാധന സാമഗ്രികളുമായിട്ട് അവിടേക്ക് വന്നിട്ട് അത് മുഴുവനും അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനം ചെയ്തു. അത്രയും വിശാല മനസ്കനായിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല. വർത്തമാന കാലഘട്ടത്തിലെ അറബ് ലോകം കണക്കെടുത്തിട്ട് പറയുന്നു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അന്നുണ്ടായിരുന്ന സമ്പത്തിന്റെ ഏകദേശം കണക്ക് 606 ബില്യൺ, എമ്മല്ല ബി, 606 ബില്യൺ ആയിരുന്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ സമ്പത്ത്. ഇന്നത്തെ ഏറ്റവും വലിയ സമ്പന്നനായ
ഇന്നത്തെ ഏറ്റവും വലിയ സമ്പന്നനായ മനുഷ്യന്റെ സമ്പത്ത് പോലും കണക്ക് പറയുന്നത് 252 ബില്യനാണ് എങ്കിൽ 252 ബില്യനാണ് എങ്കിൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അന്നത്തെ സമ്പത്ത് 606 ബില്യനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒന്നുമില്ലാതെ ഉടുതുണിക്കും മറുതുണിയില്ലാതെ എല്ലാം മക്കയിലിട്ടിട്ട് മദീനയിലേക്ക് വന്ന ഒരു സഹാബി ഇത്രയും വലിയ സമ്പന്നൻ, ഇതുവരെയും അദ്ദേഹത്തിന്റെ സമ്പത്ത് ബ്രേക്ക് ചെയ്യാൻ ആരെക്കൊണ്ടും കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത്രയും വലിയ സമ്പന്നനായതിന്റെ പ്രധാനപ്പെട്ട കണക്കെന്താ, കാരണം എന്താ? അന്നും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് അദ്ദേഹമായി. അല്ലാഹു തആല നമുക്കും ആ മനസ്സ് നൽകുമാറാകട്ടെ. അല്ലാഹു പറഞ്ഞതാ വിശുദ്ധ ഖുർആൻ, വമൻ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ വമൻ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസനൻ. ആരെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടി നിഷ്കളങ്കമായ ആഗ്രഹത്തോടുകൂടി അള്ളാനെ മാത്രം കണ്ടുകൊണ്ട് ആരെങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ കടം കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ, അള്ളാഹ്ക്ക് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യലാണ് ആദ്യത്തെ തഫ്സീർ മുഫസ്സിരീങ്ങൾ കൊടുക്കുന്നത്. അതിന്റെ ഉപയോഗം സാധുക്കളായ മനുഷ്യർക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. വഖഫ് ചെയ്താൽ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ആർക്കെങ്കിലും സാധുവായ മനുഷ്യനെ സഹായിച്ചാൽ, ബദറിൽ പങ്കെടുത്തതായ ജീവിച്ചിരുന്ന സഹാബാക്കൾക്ക് അദ്ദേഹത്തിന്റെ മരണം വരെയും ആ സഹാബാക്കൾക്ക് 50,000 ഏകദേശം 400 ദിനാറുകൾ വെച്ച് അദ്ദേഹം കൊടുക്കുമായിരുന്നു. ഇന്നത്തെ കണക്കനുസരിച്ച് 50,000 രൂപ വെച്ച് അദ്ദേഹം പെൻഷൻ കൊടുക്കുമായിരുന്നു സ്വന്തം സമ്പത്തിൽ നിന്നും. ഇതുപോലെ പറഞ്ഞാൽ 2-3 ആഴ്ച പറഞ്ഞാൽ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു തആലയുടെ ചരിത്രം തീരൂല. പ്രിയപ്പെട്ടവരെ, മക്കത്ത് വെച്ചും സമ്പന്നനായിരുന്നു, എല്ലാം വിട്ടിട്ട് മദീനയിൽ വന്നു, അവിടെയും സമ്പന്നനായി. അദ്ദേഹത്തിന്റെ കച്ചവടത്തിന്റെ തന്ത്രങ്ങൾ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. സത്യസന്ധതയിൽ ഊന്നി നിന്നുകൊണ്ട് വിശദീകരിക്കപ്പെടുന്നു. കച്ചവടത്തിന് വേണ്ടി അദ്ദേഹം കൊടുത്തിരുന്നതായ താല്പര്യവും അള്ളാഹുവുമായി ബന്ധപ്പെട്ട ഇബാദത്തിന് അദ്ദേഹം കൊടുത്തിരുന്ന താല്പര്യവും എത്രത്തോളമാണ് എന്ന് ചരിത്രത്തിൽ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. രണ്ടാമത്, അദ്ദേഹം ഒന്നാമതായി ഉള്ള വിഷയം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവാക്കിയാൽ അള്ളാഹു എനിക്ക് പകരം നൽകുമെന്നുള്ള ഉറച്ച വിശ്വാസമുള്ളത് കൊണ്ട് അവർ അതിസമ്പന്നരായിക്കൊണ്ടേയിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്തും ഉണ്ടായിരുന്നു അതുപോലെ ഒരുപാട് ആൾക്കാർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്ത ആൾക്കാർ. അങ്ങനെ വഖഫ് ചെയ്തു. വഖഫ് ചെയ്തതുമായി ബന്ധപ്പെട്ട ഒരുപാട് സമ്പത്തുകളും സ്വത്തുക്കളും വന്നപ്പോൾ നമ്മുടെ രാജ്യത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടം 1936 തന്നെ വഖഫുമായി ബന്ധപ്പെട്ട വഖഫിന്റെ നിയമങ്ങൾ നിലവിൽ വന്നു. അന്ന് തന്നെ വഖഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ നിലവിൽ വന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യത്ത് വഖഫുമായി ബന്ധപ്പെട്ട് 3 തരത്തിലുള്ള ഉടമസ്ഥാവകാശവുമായി അല്ലെങ്കിൽ വഖഫുമായി ചേർക്കപ്പെടുന്ന നിയമമാണുള്ളത്. ഒന്നാമത്തത് വഖഫ് നാമ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ വഖഫ് ചെയ്യപ്പെട്ട വസ്തുവിന് വ്യക്തമായ പ്രൂഫ് ഉള്ളത്, അതിന്റെ രേഖകൾ വ്യക്തമായിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടൊരു പഠനം നടത്തിയാൽ ഈ അടുത്ത കുറെ കാലഘട്ടങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് അതിന്റെ രേഖകൾ ആൾക്കാർ ഉണ്ടാക്കാൻ തുടങ്ങിയതും അത് സൂക്ഷിച്ചു വെക്കാനും ഒക്കെ തുടങ്ങിയത്. നമ്മുടെയൊക്കെ ഈ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ഈ അടുത്ത കാലഘട്ടങ്ങളിൽ തുടങ്ങിയ സ്ഥാപനങ്ങൾ അതിന് വ്യക്തമായ രേഖയുണ്ടാകും വഖഫ് ചെയ്യപ്പെട്ടതായിട്ട്. രണ്ടാമതുണ്ട് വഖഫും ബിൽ ഖൗല്. അത് രേഖകളൊന്നുമില്ല, പക്ഷെ വാക്കാൽ ഇസ്ലാമിക നിയമം അനുസരിച്ച് വഖഫ് ചെയ്യുന്നതിന്റെ ഒരു കാര്യം കൂടി അങ്ങനെ തന്നെയാണ്. അതിന്റെ പൂർത്തീകരണം നാട്ടിലെ പ്രമാണികളെയൊക്കെ വിളിച്ചിട്ട് ഒരു സദസ്സിൽ വെച്ചിട്ട് ആരാണോ വഖഫ് ചെയ്യുന്നത് ആ മനുഷ്യൻ പരസ്യമായിട്ട് പറയും, ഞാൻ ഇതിനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്തു, അല്ലെങ്കിൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു കുടുംബം. രണ്ടാമത്തെ നിയമം, നമ്മുടെ രാജ്യത്തെ പ്രാബല്യത്തിലുള്ള നിയമം, ഇങ്ങനെ വാക്കുകൊണ്ട് വഖഫ് ചെയ്യപ്പെട്ടത് വഖഫായിട്ട് പരിഗണിക്കപ്പെടും. മൂന്നാമതൊന്നുണ്ട് വഖഫ് ബൈ യൂസ്, അതായത് അതിന്റെ പ്രത്യേകമായ രേഖകൾ തപ്പിയാൽ നമുക്ക് രേഖകൾ കാണൂല. വഖഫ് ചെയ്ത വാക്ക് ആരാണ് വഖഫ് ചെയ്ത് അത് നമ്മുടെ ഇടയിൽ പറയപ്പെടാൻ കഴിയൂല. കാരണം അത് ആരാണ് എന്ന് അറിയുന്നവർ ഇന്ന് ജീവിച്ചിരിപ്പുമില്ല. പക്ഷെ വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് വഖഫ് സ്വത്ത് പോലെ അതിങ്ങനെ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഉടമസ്ഥാവകാശം ഒരു മുസ്ലിമായ മനുഷ്യനായിരിക്കാം, ആ മനുഷ്യൻ വഖഫ് ചെയ്തതായിരിക്കാം, അതിനൊരു പക്ഷെ രേഖ ഉണ്ടായിരിക്കാം, അതല്ല എങ്കിൽ അത് വഖഫ് ചെയ്തു എന്ന് പറഞ്ഞ കൗലും ഉണ്ടായിരിക്കാം. പക്ഷെ അത് അറിയാവുന്നവർ, അത് സൂക്ഷിച്ചിരുന്നവർ ഇന്ന് ജീവിച്ചിരിപ്പുമില്ല. അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും അറിയൂല. ഈ 3 തരത്തിലുള്ളതിനെയും വഖഫ് സ്വത്തായിട്ട് പരിഗണിക്കപ്പെടുകയും ഈ 1936 നിലവിൽ വന്നതായ നിയമത്തിന് ശേഷം പല പ്രാവശ്യം അതിന് ഭേദഗതികൾ വരുത്തിയിട്ട് അവസാനം 2010 ഒരു നിയമഗതികൾ വരുത്തിയിട്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുകയാണ്. ഈ പറഞ്ഞതായ 3 പരിഗണിക്കപ്പെടാൻ കഴിയൂല. മറിച്ച് ഏതൊന്നിനാണോ വഖഫ് നാമ ഉള്ളത്,
ഏതൊന്നിനാണോ രേഖയുള്ളത് അതുമാത്രമാണ് വഖഫ് സ്വത്തായിട്ട് പരിഗണിക്കപ്പെടുന്നത്. അതല്ലാത്തതൊന്നും വഖഫ് സ്വത്തായിട്ട് പരിഗണിക്കപ്പെടില്ല. കുറച്ചുകൂടി വിശാലമായി പറഞ്ഞാൽ, ഈ അടുത്ത കാലഘട്ടങ്ങളായിട്ട് 10 വർഷമായിട്ട് അല്ലെങ്കിൽ 10-12 വർഷമായിട്ട് നാം കണ്ടുവരുന്ന ഒരു വിരോധാഭാസമുണ്ട്. ചില സാധുക്കൾ താമസിക്കുന്ന വീടുകളിലേക്ക് പെട്ടെന്ന് ഇടിച്ചു കയറി വരും. വർഷങ്ങളായി പരമ്പരാഗതമായി അവർ നമസ്കരിച്ചു കൊണ്ടിരുന്ന പള്ളി അതിന്റെ രേഖ ചോദിക്കും, അടിസ്ഥാനപരമായ രേഖ കാണിക്കാൻ സമയം ചോദിക്കും. ആ സമയത്തിന് പോലും കാത്തു നിൽക്കാതെ ബുൾഡോസറുകൾ കൊണ്ടുവന്ന് ആ രേഖയില്ല എന്ന ന്യായം പറഞ്ഞുകൊണ്ട് ആ പള്ളികൾ പൊളിച്ചു മാറ്റുകയും അതിന്റെ പരിസരത്ത് താമസിച്ചിരുന്ന ആൾക്കാരുടെ വീടുകളും അവർ നടത്തിക്കൊണ്ടിരുന്ന സ്ഥാപനങ്ങളും നിരുപാധികം പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന വിരോധാഭാസപരമായ അതിക്രൂരമായ ചില നടപടികൾ ഈ അടുത്ത കാലഘട്ടമായി നാം കണ്ടുവരുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, എല്ലാ മതക്കാർക്കും വഖഫുമായി ബന്ധപ്പെട്ട സ്വത്തുക്കളുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്കുമുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങൾക്കുമുണ്ട്, സിഖ് മതക്കാർക്കുമുണ്ട്. പക്ഷെ അവരോട് ആരോടും ചോദിക്കാത്ത ഒരു പ്രത്യേകതരം വഖഫ് നാമയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പുതിയ തരം ഒരു പ്രതിഭാസം ഈ അടുത്ത കാലഘട്ടമായിട്ട് നമ്മുടെ രാജ്യത്ത് കണ്ടുവരികയാണ്. എന്താ പ്രിയപ്പെട്ടവരെ അതിന്റെ അടിസ്ഥാനപരമായ കാരണം? ഏകദേശം കണക്കനുസരിച്ച് ഈ രാജ്യത്തെ വഖഫ് ഭൂമി എത്രയാണെന്ന് അറിയണ്ടേ? ഇന്ത്യൻ സേനയുടെയും പട്ടാള സേനയുടെയും ഇന്ത്യൻ റെയിൽവേയുടെയും സമ്പത്ത് കഴിഞ്ഞാൽ ഏറ്റവും അധികം സമ്പത്തുള്ളത് വഖഫ് സ്വത്തിനാണ്. അത്ഭുതകരമായി തോന്നും നമുക്ക്. ഏകദേശം 9.4 ലക്ഷം ഏക്കർ 4 ലക്ഷം ഏക്കർ 8.9 ലക്ഷം ഭൂമി, അത്രയും ഭൂമിയാണ് വഖഫ് സ്വത്തായിട്ടുള്ളത്. അതല്ലാത്തത് എന്റെ പ്രിയപ്പെട്ടവർ, ഈ അടുത്ത സമയത്ത് നമ്മളെല്ലാം കണ്ടതാണ്. മഹാരാഷ്ട്രയുടെ വഖഫ് ബോർഡിന്റെ CEO ആയിരുന്ന അഹമ്മദ് നജാത്ത് നവാസ് പറയുകയാണ്, ഈ മഹാരാഷ്ട്രയിലെ മാത്രം വഖഫ് സ്വത്തിന്റെ 60% അന്യാധീനപ്പെട്ടു പോയിരിക്കുകയാണ്. അതിലധികവും ഗവൺമെന്റ് സ്ഥാപനങ്ങളാണ്. അതിന് എത്രത്തോളം പറയുന്നു, രാജ്യത്തെ അത്ഭുതകരമായ ഭവനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുകേഷ് അംബാനി അടക്കമുള്ള ആൾക്കാരുടെ പല സ്ഥാപനങ്ങളും പല സൗധങ്ങളും നിൽക്കുന്നത് വഖഫ് ഭൂമികളിലാണ്. നമ്മുടെ കേരളത്തിൽ പോലും നോക്കിയാൽ ഒരുപാട് അന്യാധീനപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന്. നമ്മളപ്പോൾ ചിന്തിച്ചു പോകും, ഇത്രയും ന്യൂനപക്ഷമായിട്ട് ഈ രാജ്യത്ത് ഇത്രയും വലിയ ന്യൂനപക്ഷമായിട്ട് എങ്ങനെ ഈ രാജ്യത്തെ ആൾക്കാർക്ക് ഇത്രയും വലിയ വഖഫ് ഭൂമി ഉണ്ടാകാൻ കാരണം? അതിന്റെ അടിസ്ഥാനപരമായ കാരണം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സ്വപ്നം കാണുന്നവരാ ഈ സമുദായത്തിന്റെ ഉമ്മത്ത്. അതിന്റെ അടിസ്ഥാനപരമായ കാരണം അബൂ തുൽഹയെ കാണുന്നവരാ. അടിസ്ഥാന കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അബൂ തുൽഹ, ഈ തോട്ടമല്ലാതെ നിനക്ക് എന്താണുള്ളത്? അബൂ തുൽഹ ആകാശത്തിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് അള്ളാന്റെ പ്രവാചകനോട് പറഞ്ഞു, അള്ളാഹുവേ, അള്ളാഹുവിന്റെ ഖസാന അത് വിശാലമാണ് പ്രവാചകരെ, അതെന്റെ മേൽ തുറക്കപ്പെട്ടിരിക്കുകയാ. ഇന്നും അങ്ങനെ തന്നെ. എന്റെ കടയിലുള്ളത് മൊത്തം നിങ്ങൾ എടുത്തോ, ആ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാൻ കഴിയുമെങ്കിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ന്യൂനപക്ഷമായിട്ടും തന്റെ സമ്പത്തിന് വിലയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടും തനിക്കും തന്റെ കുടുംബത്തിനും തന്റെ അധീനതയിലുള്ളവർക്ക് സുഖലോലുപരായി ജീവിക്കാനുള്ളതാണെന്ന് മനസ്സിലാക്കിയിട്ടും അതിവിലപിടിപ്പുള്ളതായ സമ്പത്തുകൾ അവർ വഖഫ് ചെയ്തതിന്റെ അടിസ്ഥാനപരമായ കാരണം അവർക്ക് ഒരുപാടൊന്നും ഉള്ളതിന്റെ പേരിലല്ല, മറിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ നൽകിയാൽ അള്ളാഹു നൽകും, അത് സ്വർഗത്തിലെങ്കിലും നൽകുമെന്നുള്ള അടിയുറച്ച പ്രതീക്ഷയാണ് ഈ ഉമ്മത്തിനെ കൊണ്ട് ഇത്രയും വലിയ സ്വത്ത് വഖഫ് ചെയ്യിപ്പിക്കാനുള്ളതിന്റെ അടിസ്ഥാനപരമായ കാരണം. അള്ളാഹു നമ്മളെയും ആ കൂട്ടത്തിലാക്കുമാറാകട്ടെ. ഉള്ളതിലൊരു പങ്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യുന്നവരായിട്ട് അള്ളാഹു തആല നമ്മളെയും കബൂലാക്കുമാറാകട്ടെ. മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ, ഒരുപാട് നമ്മൾ കേട്ടിട്ടുള്ളതാ, ഒരു മനുഷ്യന് സ്വർഗത്തിലേക്ക് നേടാനുള്ള അവസരം അവന്റെ മരണം വരെയാ. മരണപ്പെട്ടു കഴിഞ്ഞാൽ മരണാസന്നമാകുന്ന സമയത്ത് വസിയ്യത്ത് പോലും പരിഗണിക്കപ്പെടില്ല. ഒരു മനുഷ്യൻ മരണാസന്നനായി ആ സന്ദർഭത്തിൽ ആ മനുഷ്യൻ പറയുകയാണ്, ഇന്ന സ്ഥലത്ത് കിടക്കുന്ന എന്റെ പറമ്പ് അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്ത് സ്വീകരിക്കപ്പെടില്ല. മരണാസന്നനായ മനുഷ്യന്റെ വസിയ്യത്ത് പോലും സ്വീകരിക്കപ്പെടില്ല. ആരോഗ്യമുള്ള സമയത്ത്, നല്ല സ്വസ്ഥമായിരിക്കുന്ന സമയത്ത് മരണത്തിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങുന്നതിനാണ് ഒരു മനുഷ്യൻ വസിയ്യത്ത് ചെയ്യേണ്ടത്, വഖഫ് ചെയ്യേണ്ടത്. അതിനു മുമ്പ് വരെയാണ് ആ മനുഷ്യന്റെ ഇബാദത്തുകൾ പരിഗണിക്കപ്പെടുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെട്ടു പോയി, ആ മനുഷ്യൻ മരണപ്പെട്ടു പോയാലും ആ മനുഷ്യൻ ഇങ്ങനെ ഖബറിൽ കിടക്കുമ്പോഴും പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ചില അമലുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സദഖത്തുൻ ജാരിയ, അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനം, അള്ളാഹുവിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യപ്പെട്ട കിണറുകൾ. ഇന്നും നമ്മുടെ കേരളക്കരയിലെ പല ഗ്രാമങ്ങളിലൂടെ നാം സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ ചില കിണറുകൾ കാണാൻ കഴിയും. ആ പരിസര പ്രദേശങ്ങളായ ആൾക്കാർക്കെല്ലാം അവിടെ നിന്നും സുഭിക്ഷമായ ജലം ഉപയോഗിക്കാനായിട്ട് അവിടെ ചാർത്തപ്പെട്ടിട്ടുണ്ടായിരിക്കും. അൽ ഹാജ് അബ്ദുറഹ്മാൻ, അൽ ഹാജ് അബ്ദുർ റസാഖ്, അവരുടെ വീട്ടിലുണ്ടായിരുന്ന ജലസ്രോതസ് ആ നാട്ടിന് വേണ്ടി വഖഫ് ചെയ്യപ്പെട്ടതായിട്ട് നമ്മളുടെ നാട്ടിലും പല പ്രദേശങ്ങളിലും കാണാൻ കഴിയും.
എന്റെ പ്രിയപ്പെട്ടവരെ, അവരെ അത് പ്രേരിപ്പിച്ചത് അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഇതുപോലെയുള്ള ഹദീസുകളാ. നിങ്ങൾ മരണപ്പെട്ടു പോയാലും അതിൽ നിന്നും ആരെല്ലാം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ, ഒരു മനുഷ്യൻ ഒരു വഴിയോരത്തൊരു വൃക്ഷം നട്ടു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഹദീസാ. ആ വൃക്ഷം ഇങ്ങനെ വലുതായി, അതിങ്ങനെ പടർന്നു പന്തലിച്ചു. അതിലൂടെ പോകുന്ന മനുഷ്യർക്ക് അതിന്റെ തണല് കിട്ടാൻ തുടങ്ങി. കടുത്ത ചൂടുള്ള സമയത്ത് ചില മനുഷ്യരവിടെ വന്ന് തണലേക്കാറുണ്ട്, ചില മനുഷ്യരവിടെ വന്ന് തണലേക്കാറുണ്ട്. അതിലൂടെ പക്ഷിപർവാദികൾ സഞ്ചരിക്കാറുണ്ട്, അതിലിറങ്ങി അതിലെ പഴവർഗ്ഗങ്ങൾ തിന്നാറുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ആ വൃക്ഷം നിലനിൽക്കുന്ന കാലഘട്ടത്തോളം അത് നട്ട മനുഷ്യന് അതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതുപോലെയുള്ള ഹദീസുകളാണ് ഈ ഉമ്മത്തിനെ കൊണ്ട് ഇത് വഖഫ് ചെയ്യിപ്പിക്കാനുള്ള കാരണം. അത് പൊളിച്ചടുക്കിക്കൊണ്ട് പുതിയ ബില്ല് പാസ്സാക്കാനുള്ള സന്നദ്ധമായ പ്രവർത്തനങ്ങളിലേക്ക് വന്നു. അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ രാജ്യത്തെ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന വേറൊരു വിഭാഗത്തിന്റെയും നേരെ ചൂണ്ടാതെ മുസ്ലിം വിഭാഗത്തിന്റെ മാത്രം വഖഫ് നാമയും അവരുടെ പ്രൂഫും അവരുടെ ആധാരവും അടിയാധാരവും വേണമെന്ന് നിർബന്ധ ബുദ്ധി കാണിക്കുന്ന ആൾക്കാരുടെ മുഖത്ത് നോക്കി ഈ രാജ്യത്തെ മുസ്ലിം അല്ലാത്ത മതേതരത്വത്തെ വിശ്വസിക്കുകയും ആ മതേതരത്വം നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ഈ രാജ്യത്തിന്റെ ഭരണഘടന നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന, എന്തിനേറെ നമ്മളുടെ ഇടയിൽ നിന്നും പോലും പോയതായ എംപിമാർ അതിശക്തമായി പ്രതിഷേധിക്കുകയും പാസാക്കാൻ പറ്റാത്ത പഠനത്തിന് വേണ്ടി, നിയമനിർമ്മാണത്തിന്റെ പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നാം ഉള്ളത്. പ്രിയപ്പെട്ടവരെ, അടിസ്ഥാനപരമായി പൊളിച്ചടുക്കിയ ചില ഭാഗങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തത് വഖഫ് ബോർഡിലേക്ക് മുസ്ലിമീങ്ങളല്ലാത്തവരും നിർബന്ധമായിട്ടും അവരെയും കൂടി കടർത്തേണ്ടതായിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾക്കില്ലാത്തത്. നമുക്ക് ആ വിഷയത്തിൽ ഒരു നിർബന്ധ ബുദ്ധിയുമില്ല. നമ്മൾ അവരോടൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ. നിങ്ങൾ മാത്രമാണ് വരേണ്ടത്. നിങ്ങളുടെ ആരാധനാലയങ്ങളും അതുമായി ബന്ധപ്പെട്ടതായ മന്ത്രധ്വനികളും അറിയാവുന്നവർ നിങ്ങളാണ്. അതുപോലെ തന്നെ വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട വഖഫിന്റെ നിയമാവലികൾ അറിയാവുന്നവരാണ് അതുമായി ബന്ധപ്പെടേണ്ടത്. അതുകൊണ്ട് വേറെ ആർക്കുമില്ലാത്ത ഒരു പ്രത്യേകത, നിർബന്ധ ബുദ്ധിയോടുകൂടി വഖഫ് ബോർഡിലേക്ക് മുസ്ലിമീങ്ങളല്ലാത്തവരെയും പ്രവേശിപ്പിക്കേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തത്, അതിന്റെ CEO ആയിട്ട് പോലും മുസ്ലിമീങ്ങളല്ലാത്തവർക്ക് പ്രവേശിക്കാം. മൂന്നാമത്തത്, 5 വർഷമായി മുസ്ലിമായി ജീവിച്ചിരുന്ന ഒരു മനുഷ്യനെ ഇനി മുതൽ വഖഫ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നു, വിശുദ്ധ ഖുർആൻ പഠിച്ചു, ഹദീസ് പഠിച്ചു, അതൊന്നുമല്ല എങ്കിൽ അവന്റെ കൂട്ടുകാരന്റെ പെരുമാറ്റത്തിൽ ആകൃഷ്ടനായിട്ട്, അതൊന്നുമല്ല എങ്കിൽ അവന്റെ അയൽവാസികളുടെ ജീവിതം കണ്ടിട്ട് ആകൃഷ്ടരായിട്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ മനുഷ്യന് പെട്ടെന്ന് തോന്നി, ആ നാട്ടിലെ പള്ളി വല്ലാത്ത ബുദ്ധിമുട്ടിലാണ്, അതിനോട് ചേർന്ന് കിടക്കുന്ന പറമ്പ് എന്റേതാ, എനിക്ക് അല്ലാഹു ഒരുപാട് നൽകിയിട്ടുണ്ട്, അത് ഞാൻ ദാനം നൽകിയിരിക്കുന്നു. പറ്റൂല, പുതിയ നിയമം അനുസരിച്ച് പറ്റൂല. 5 വർഷമെങ്കിലും ആ മനുഷ്യൻ മുസ്ലിമായി ജീവിച്ചാലേ അത് നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ഇതുപോലെയുള്ള, ചുരുക്കി പറഞ്ഞാൽ, വഖഫ് നാമ ഇല്ലാത്തതെല്ലാം ഗവൺമെന്റ് പിടിച്ചടക്കും. ഇപ്പൊ തന്നെ ഏകദേശം ബഹുഭൂരിഭാഗം പിടിച്ചടക്കിയിരിക്കുന്ന വിഭാഗം ബാക്കി ഉള്ളതുകൂടി പിടിച്ചടക്കാനുള്ള കുതന്ത്രകരമായ, ആസൂത്രിതമായ, ക്രൂരമായ നിയമം നടപ്പാക്കുന്നതിന്റെ ഭാഗവുമായി ബന്ധപ്പെട്ടിട്ടാണ് വഖഫ് നിയമത്തെ പൊളിച്ചെടുക്കാൻ ആർട്ടിക്കൽ 6, ആർട്ടിക്കൽ 27, 28, 29 ഇത് മൂന്നിനെയും പരിപൂർണമായിട്ടും അക്ഷരാർത്ഥത്തിൽ പൊളിച്ചെടുക്കുന്ന നിയമമാണ് പാസാക്കപ്പെടാൻ പോകുന്നതായ ബില്ല്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വഖഫ് സ്വത്ത് അല്ലാഹു തആല നിങ്ങളുടെ മേൽ നൽകിയ അമാനത്താണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ധരിക്കും ഇതൊക്കെ സംഭവിക്കുമോ? അങ്ങനെയൊക്കെ ധരിച്ചുകൊണ്ടിരുന്നു നമ്മൾ ഈ അടുത്ത കാലഘട്ടം വരെ. പക്ഷേ അത് 100% സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിക്കൽ 306 കാശ്മീരുമായി ബന്ധപ്പെട്ട് മാറ്റിയപ്പോൾ നമ്മൾ പലതും ചിന്തിച്ചു, പല ന്യായവും പറഞ്ഞു, പല കാരണങ്ങളും പറഞ്ഞു. അടിസ്ഥാനപരമായ കാരണം നാം കണ്ടുകൊണ്ടിരിക്കുകയാ. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ട് എങ്കിൽ മഞ്ഞുകൊണ്ട് പുതയ്ക്കപ്പെട്ടതായ, മലനിരകൾ കൊണ്ട് മൂടപ്പെട്ടതായ സൗന്ദര്യ രമണീയമായ കാശ്മീരിനെ കണ്ടിട്ടിട്ട് 1/3 ഭാഗം വഖഫ് ചെയ്യപ്പെട്ട കാശ്മീരിന്റെ മണ്ണിൽ ബഹുഭൂരിഭാഗവും പിടിച്ചടക്കപ്പെട്ടിരിക്കുകയാ. നമ്മൾ ധരിച്ചു വേറെ പല കാരണങ്ങൾക്ക് വേണ്ടിയാ, ഇതിനു വേണ്ടിയാ. അതൊന്നുമല്ല പ്രിയപ്പെട്ടവരെ. പരിപൂർണമായിട്ടും വഖഫ് സ്വത്തുകൾ പരിപൂർണമായിട്ടും തച്ചുടച്ച് തന്റെ അധീനതയിലാക്കണമെന്നുള്ള അശ്രാന്ത കുതന്ത്ര പരിശ്രമത്തിന്റെ ഫലമാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 1000-ലധികം പള്ളികൾ ലിസ്റ്റിട്ട് കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ തന്നെ 1000-ലധികം മസ്ജിദുകൾ, അതിൽ കേരളത്തിലുള്ള പല മസ്ജിദുകളുമുണ്ട്. ഇത് 1000-അല്ല, 10,000-അല്ല, അതിനും അപ്പുറമാകും. ഇതിനൊക്കെ അടിസ്ഥാനപരമായ പല കാരണങ്ങളുണ്ട്. എനിക്ക് തോന്നുന്ന പ്രധാനപ്പെട്ട ചില കാരണങ്ങൾ, അള്ളാഹുവിന്റെ വിശുദ്ധമായ മസ്ജിദുകൾ പ്രധാനമായിട്ടും ഇന്ന് പൊളിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പൊളിക്കാനായിട്ട് ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന പല മസ്ജിദുകളും, അവർ ലിസ്റ്റിട്ടിട്ട് അടുത്തതായി പൊളിക്കാൻ ഞങ്ങൾ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറയുന്ന പല മസ്ജിദുകളും
ആ മസ്ജിദുകളുടെ വരാന്തരയിൽ നിന്നും ആ മസ്ജിദുകളുടെ മിമ്പറുകളിൽ നിന്നുമാണ് ഈ രാജ്യത്തിന്റെ വൈദേശിക ശക്തികളായ ബ്രിട്ടീഷുകാർക്കെതിരെ അശ്രാന്ത പരിശ്രമം നടത്താൻ നിങ്ങൾ അല്ലാഹുവിന് മുമ്പിൽ നമസ്കരിച്ചിട്ട് പ്രതിജ്ഞ ചെയ്തിട്ട് ഗലികളിലേക്കും ഗ്രാമങ്ങളിലേക്കും പോകണം. ആ ഗ്രാമങ്ങളിലുള്ള മനുഷ്യരെ ഒരുമിച്ച് നിർത്തിയിട്ട് നിങ്ങൾ ഇവർക്കെതിരെ പോരാടണമെന്നുള്ള പ്രതിജ്ഞയെടുത്ത പല മസ്ജിദുകളും ഇന്നും ഒറ്റുകാരായിട്ടും അതിന്റെ പേരിൽ പല രീതിയിലുള്ളതായ അവാർഡുകൾ വാങ്ങിയവർക്ക് ഇത് കാണുമ്പോൾ അവരുടെ പിൻതലമുറയ്ക്കും ഇളതലമുറകൾക്കും അത് കാണുമ്പോൾ അസ്വസ്ഥതയാണ്. ഈ അടയാളങ്ങൾ പോലും ശേഷിക്കാൻ പാടില്ല, ഈ അടയാളങ്ങൾ പോലും ശേഷിക്കാൻ പാടില്ല. രാജ്യത്തിന്റെ അഭിമാനമാണ് എന്ന് പല രാജ്യങ്ങളും അവകാശപ്പെടുന്ന പല ചിഹ്നങ്ങളും മുസ്ലിമീങ്ങളുമായി ചേർക്കപ്പെട്ടതുകൊണ്ട് അതെല്ലാം പൊളിച്ചു മാറ്റാനുള്ള ശ്രമത്തിന്റെ പിന്നിൽ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അടിസ്ഥാനപരമായ കാരണം ഇതൊക്കെ തന്നെയാണ്. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അള്ളാഹു തആല അമാനത്തിനെ പർവ്വത നിരകളെ ഏൽപ്പിച്ചു. പർവ്വതങ്ങൾ പറഞ്ഞു, റബ്ബേ ഞങ്ങളെ കൊണ്ട് പറ്റൂല, അള്ളാഹു ഞങ്ങളെ കൊണ്ട് പറ്റൂല, അതീവ ഗൗരവമേറിയ ഉത്തരവാദിത്തമാണ്, ഞങ്ങളെ കൊണ്ട് പറ്റൂല തമ്പുരാനെ. അള്ളാഹു തആല ആ ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ടവരാണ് മനുഷ്യർ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, ലാ തഖൂനുല്ലാഹ വറസൂല, അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ റസൂലിനോടും നിങ്ങൾ വഞ്ചന കാണിക്കല്ലേ. വതഖൂനു അമാനാതികും, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നതായ അമാനത്തുകളോട് നിങ്ങൾ വഞ്ചന കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് വഖഫ് സ്വത്തുകൾ പിടിക്കപ്പെട്ടതിൽ കുറഞ്ഞ ഒരു അംശം വരെ ചില മുസ്ലിമീങ്ങളുമായി ബന്ധപ്പെട്ട ആൾക്കാരും പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ വാപ്പ ഇത് വഖഫ് ചെയ്തതല്ല, എന്റെ കുടുംബം ഇത് വഖഫ് ചെയ്തതല്ല. അതിന് പല രേഖകളും പല കാരണങ്ങളും കൊണ്ടുവന്ന് പിടിച്ചു വെച്ചിരിക്കുകയാ. അള്ളാഹുവിന്റെ മുമ്പിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിലൂടെ നടന്നു പോയപ്പോൾ അവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്റെ ചെരുപ്പൂരിയിട്ട് അതിനകത്ത് പറ്റിയ മണ്ണ് ഇത് വഖഫിന്റെ മണ്ണാണ്, എന്റെ പറമ്പിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ആ ചെരുപ്പൂരിയിട്ട് അതിന്റെ മണ്ണ് കൊട്ടി ആ വഖഫ് ഭൂമിയിൽ ഇട്ടിട്ട് പോയ മഹാരഥന്മാരുടെ പിൻതലമുറക്കാരായ നമ്മൾ പറയുകയാ, എന്റെ വാപ്പ അത് വഖഫ് ചെയ്തതല്ല, എന്റെ കൊച്ചാപ്പ വഖഫ് ചെയ്തതല്ല, എന്റെ അധീനതയിൽ വരേണ്ടതാണെന്ന് പറഞ്ഞിട്ട് ആരെല്ലാമോ സ്വാധീനപ്പെടുത്തിയിട്ട് വഖഫ് ഭൂമികൾ മുസ്ലിമീങ്ങളും ഇന്ന് കൈവശപ്പെടുത്തി വെട്ടിച്ചിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അത് അമാനത്തായ സ്വത്താണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം അല്ലാഹു തആല നമ്മളുടെ മേൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിന്റെ സംരക്ഷണവും അതിന്റെ നടത്തിപ്പും നമ്മളുടെ മേൽ നിക്ഷിപ്തമാക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ പ്രതിഫലവും വണ്ണമായ പ്രതിഫലമാ. അതുമായി ബന്ധപ്പെട്ട സൂക്ഷ്മതയും അതീവ ഗൗരവത്തോടുകൂടി നാം കാണേണ്ട സൂക്ഷ്മതയാ. അതുമായി ബന്ധപ്പെട്ട പരിപാലനത്തിന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം വണ്ണമായ പ്രതിഫലമാ. വഖഫ് ചെയ്യപ്പെട്ട നാട്ടിലെ ജമാഅത്ത് മസ്ജിദ്, ആ മസ്ജിദുമായി ബന്ധപ്പെട്ട പരിപാലനം, ആ പരിപാലനത്തിന് അല്ലാഹു തആല നൽകുന്ന പ്രതിഫലം വേറൊന്നിനും അല്ലാഹു ഭൂമിയിൽ നൽകുന്ന പ്രതിഫലമല്ല. അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടത്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് മുഅ്മിനീങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പര്യാപ്തമായ നിലയിൽ ചെയ്യുന്നതായ സേവനങ്ങൾ ചില മസ്ജിദുകളിൽ നമ്മൾ കാണാറുണ്ട്. മസ്ജിദ് വഖഫ് ചെയ്യപ്പെട്ടതാ, അതുമായി ബന്ധപ്പെട്ട് ചെറിയ ഒരു വിശദീകരണം. വഖഫ് ചെയ്യപ്പെട്ടതാണ്, അതിന്റെ ഉത്തരവാദിത്വം അല്ലാഹു തആല ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് ദുരന്തങ്ങളോ കുഴപ്പങ്ങളോ ഉണ്ടാകാൻ സാധ്യതയില്ല എങ്കിൽ ആ മസ്ജിദുമായി ബന്ധപ്പെട്ട മലമൂത്ര വിസർജനത്തിനുള്ള സൗകര്യം എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വലിയ ഗോദറേജിന്റെ പൂട്ടപ്പെട്ടിരിക്കുന്നു. ആ നാട്ടിലൂടെ പോകുന്ന അമുസ്ലിമായ മനുഷ്യന് പോലും കയറണമെങ്കിൽ അവർ കയറിക്കൊള്ളട്ടെ, അതാണ് വഖഫ് ചെയ്യപ്പെട്ടത്. പലപ്പോഴും അത് പറയുമ്പോൾ ന്യായങ്ങൾ പറയും, സുരക്ഷിതം, തീർച്ചയായിട്ടും സുരക്ഷിതമാകണം. അതുമായി ബന്ധപ്പെട്ട് കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എങ്കിൽ സൂക്ഷിക്കുക തന്നെ ചെയ്യണം. അതൊന്നുമില്ലാത്ത സാഹചര്യമാണ് എങ്കിൽ ഈ അടുത്ത സമയത്ത് കൂടി കണ്ടതാ, ചില മസ്ജിദുകളിൽ എഴുതി വെക്കാറുണ്ട്, നമസ്കാര സമയമല്ലാത്ത സമയത്ത് ഫാനിടാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവർ, ഇത് വഖഫ് ഭൂമിയാ, ഇതുമായി ബന്ധപ്പെട്ടത് വഖഫാണ്. ഒരു മനുഷ്യൻ 1 രൂപ അള്ളാഹുവിന്റെ മസ്ജിദിൽ നൽകുന്നത് ഇത് വഖഫ് ചെയ്യപ്പെട്ടതിന് വേണ്ടിയാ. അതിന്റെ ഉത്തരവാദിത്വം അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതീവ ഗൗരവത്തോടുകൂടി സൂക്ഷ്മതയോടുകൂടി അള്ളാഹുവിന്റെ പ്രതിഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യാനാ. എന്തെല്ലാം നിയമാവലികളാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥർ മാത്രം. ആരാ ഉദ്യോഗസ്ഥർ? ഇമാമത്ത് നിൽക്കുന്ന, ബാങ്ക് നിൽക്കുന്ന ഇമാമിങ്ങൾ, ഇമാമെന്ന് പോലും പറയാൻ മടിയുള്ള ആൾക്കാരാണ് നമ്മളുടെ ഇടയിൽ നിന്ന്. ഇവിടുത്തെ ഉദ്യോഗസ്ഥരിടും, അവർ ഓഫാക്കും, ആരും കൈകടത്താൻ പാടില്ല. എന്നാ പിന്നെ ഒരു റിമോട്ട് വാങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റ് ഇട്ട് കൊടുത്താൽ പോരെ. എന്റെ പ്രിയപ്പെട്ടവരെ, വഖഫ് ഭൂമി അല്ലാഹു തആല വഖഫ് ചെയ്തു, അതുമായി ബന്ധപ്പെട്ട് അല്ലാഹുവിലേക്ക് ചാർത്തപ്പെട്ടു. അതിന്റെ പ്രയോജനം അത് നിലനിൽക്കേണ്ടതാണ്. അത് ഒരു തരത്തിലും അതിനെ ഒരാളിൽ നിന്നും തടഞ്ഞു വെക്കാൻ നമുക്ക് അവകാശമില്ല. സർവ്വ നന്മകളും നഷ്ടപ്പെടുത്തി കളയും. ഈ നിസാരമായ ചെറിയ വിഷയങ്ങൾ പോലും ഒരു മനുഷ്യൻ അകാരണമായി ഒരു മറ്റൊരാളുടെ ഉപയോഗത്തെ തടഞ്ഞു വെക്കുന്നുണ്ട് എങ്കിൽ അത് പിടിച്ചടക്കി വെച്ചിരിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ? അത് വിട്ടുകൊടുക്കാനും വേണ്ടി നിസ്സംഗത കാണിക്കുന്ന, ആ വിഷയത്തിൽ നിശബ്ദത കാണിക്കുന്നവരുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്തായിരിക്കും? അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, അള്ളാഹിനോടും അള്ളാഹിന്റെ റസൂലിനോടും നിങ്ങൾ വഞ്ചന കാണിക്കരുത്, അമാനത്തിനോടും നിങ്ങൾ
വഞ്ചന കാണിക്കരുത്. നമ്മളുടെ പൂർവികർ ഒരുപാട് പാടുപെട്ട് തലയും അരയും മുറുക്കി കെട്ടിയിട്ട് അവർ പട്ടിണി കിടക്കുമ്പോഴും ഈ സമുദായത്തിന് വേണ്ടി മാറ്റിവെച്ചതാണ് വഖഫ് ഭൂമികൾ, വഖഫ് സ്വത്തുക്കൾ. എന്നിട്ട് അവർക്ക് അധികമുള്ളതിന്റെ പേരിൽ കൊടുത്തതാണെന്നുള്ള ലാഘവത്തോടുകൂടി അതിന്റെ സംരക്ഷണ ഉത്തരവാദിത്വം ഞാനുമായി ബന്ധപ്പെട്ടതല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ആരെങ്കിലും നിശബ്ദരായിരിക്കുന്നുണ്ട് എങ്കിൽ വല്ലാഹി സത്യം, അള്ളാഹു നമ്മളെ പിടിച്ചു നിർത്തും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ, അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മസ്ജിദിലേക്ക് ഒരാളിട്ട 5 രൂപയുടെ ഒരു കപ്പ് പോലും അത് അമാനത്താണ്. അത് സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ അലങ്കാരത്തിന് വേണ്ടി ഫ്രണ്ടിൽ നട്ടിരിക്കുന്ന ഒരു ചെടി പോലും അത് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അള്ളാഹു നമ്മളുടെ മേലെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം അത് വഖഫ് ഭൂമിയിലാണ് നട്ടിരിക്കുന്നത്, എന്റെ പറമ്പിലല്ല, നിങ്ങളുടെ പറമ്പിലല്ല, വഖഫ് ഭൂമിയിലാണ് നട്ടിരിക്കുന്നത്. അതിന്റെ ചുവട്ടിൽ ഒരു തുള്ളി വെള്ളമൊഴിക്കൽ അള്ളാഹു തആല സാധാരണ ചെടികളിൽ ഒഴിക്കുന്നതിനേക്കാളും പ്രതിഫലം നൽകും. കാരണം എന്താ? അത് വഖഫ് ഭൂമിയിലാണ് നട്ടപ്പെട്ടിരിക്കുന്നത്. അല്ലാഹു തആല വഖഫിനെ സൂക്ഷിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه وأتباعه وبارك وسلم تسليما كثيرا. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على محمد وعلى آل محمد. കരുണയുള്ള തമ്പുരാൻ നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്റെ ബർക്കത്തിന്റെ വിശാലത അല്ലാഹു തആല നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൻ്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വഖഫ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭൂമിയുമായി ബന്ധപ്പെട്ട് അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വഖഫ് ചെയ്യുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനെ നിസ്സാരപ്പെടുത്താനോ അതിനെ ലഘൂകരിക്കാനോ അല്ല, അതിനേക്കാളും ഗൗരവത്തോടുകൂടി ഉത്തരവാദിത്വത്തോടുകൂടി നാം നിറവേറ്റേണ്ട ഒരു ഉത്തരവാദിത്വമാണ്, ഒരു കടമയാണ് അതിൻ്റെ സംരക്ഷണം. പല പ്രദേശങ്ങളിലും വഖഫ് ചെയ്യപ്പെട്ട സ്ഥാപനങ്ങൾ, പല പ്രദേശങ്ങളിലും വഖഫ് ചെയ്യപ്പെട്ട നല്ല രീതിയിൽ നടന്നുകൊണ്ടിരുന്ന പല സ്ഥാപനങ്ങളും അന്യാധീനപ്പെട്ടു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം അതുമായി ബന്ധപ്പെട്ട് അല്ലാഹു തആല ഉത്തരവാദിത്വം നൽകി. അങ്ങനെ തന്നെയാ പറയേണ്ടത്. അല്ലാഹു തആല ഉത്തരവാദിത്വം നൽകിയ ആൾക്കാർ അതിന്റെ ഉത്തരവാദിത്വ കർത്തവ്യം പൂർത്തിയാക്കാത്തതിന്റെ പേരിൽ പലപ്പോഴും അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യത്തിലാണ്. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ മുഅ്മിനാ, നിങ്ങൾ മുഅ്മിനാ, നമ്മളെല്ലാം മുഅ്മിനീങ്ങളാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെ കൊണ്ട് അടിയുറച്ച് വിശ്വസിക്കുന്നവരാ നമ്മൾ. നമുക്ക് നല്ല ഉറപ്പുണ്ട്, എൻ്റെ സമ്പത്തിന്റെ അഭിവൃദ്ധി അല്ലാഹുവിന്റെ ഖസാനയിൽ നിന്നാണ്, അല്ലാഹുവിന്റെ നോട്ടത്തിൽ നിന്നാണ്, അല്ലാഹുവിന്റെ തീരുമാനത്തിൽ നിന്നാണ്. നൽകുന്നവനും അല്ലാഹുവാണ്, തിരിച്ചെടുക്കുന്നവനും അല്ലാഹുവാണ്. ഒരു നിമിഷത്തിന്റെ ഒരു ഭാഗം പോലും വേണ്ട അല്ലാഹു നൽകിയതെല്ലാം റബ്ബിന് തിരിച്ചെടുക്കാൻ. അത്രയ്ക്കും ഉറപ്പോടുകൂടി ഓരോ ദിവസവും അതിന്റെ ദൃക്സാക്ഷിത്വം കണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നാം. എല്ലാം ഉണ്ടായിട്ടും ഒരു പകല് ഒരു രാത്രി ഒന്ന് വെളുത്തപ്പോഴേക്കും എല്ലാം നഷ്ടപ്പെട്ട വിഭാഗങ്ങൾ നമ്മുടെ മുമ്പിൽ അടിക്കടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയെല്ലാം അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കയ്യിലുള്ളത് അല്ലാഹു തആല നിങ്ങളുടെ മേൽ നല്ലതുപോലെ ചെലവാക്കാനും വേണ്ടി ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മളുടെ നാട്ടിലും ഒരുപാട് വഖഫ് ഭൂമികളുണ്ട്. നമ്മളുടെ നാട്ടിൽ വഖഫ് ചെയ്യപ്പെട്ടതാ നമ്മളുടെ നാട്ടിലെ ഓരോ മസ്ജിദുകളും. നമ്മളുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു കുടുംബം പിന്നീട് അത് ഇങ്ങനെ തലമുറയായിട്ട് അതിങ്ങനെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഓരോ ആവശ്യങ്ങളും എൻ്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കൽ നമ്മളുടെ ബാധ്യതയാണ് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ മസ്ജിദിലേക്ക് നാം ഇങ്ങനെ കയറി വന്നു. ആ മസ്ജിദിന്റെ പരിസരത്ത് ഒരു അഴുക്ക് കണ്ടാൽ നാം മനസ്സിലാക്കേണ്ടത് ഇന്നലെ വൃത്തിയാക്കേണ്ട മനുഷ്യൻ എന്തുകൊണ്ട് വൃത്തിയാക്കിയില്ല. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് അതാ. പെട്ടെന്ന് നാം പരിസരത്ത് നോക്കും. ഉത്തരവാദിത്തപ്പെട്ടവരോട് നാം പറയും, എന്തെയുള്ള വൃത്തിയാക്കാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ, നുബൂവത്തിന്റെ പ്രവാചകൻ, അഷ്റഫുൽ വറ, എല്ലാ സൃഷ്ടികളിലും ഏറ്റവും മഹോന്നതനായ വ്യക്തിത്വം അള്ളാഹുവിന്റെ പ്രവാചകൻ മസ്ജിദിലേക്ക് കടന്നു വരികയാ. ഒരു അറാബിയായ മനുഷ്യൻ ഒരു കുഞ്ഞിനെയും കയ്യിൽ തൂക്കിക്കൊണ്ടുവരികയാ. പെട്ടെന്ന് പള്ളിയിലേക്ക് വന്ന കുഞ്ഞ് അവിടെ നിന്നും മൂത്രിക്കാൻ തുടങ്ങി.
അള്ളാഹുവിന്റെ പ്രവാചകൻ നോക്കുമ്പോൾ ചില ആൾക്കാർ തടയാനെടുക്കുന്നു. പ്രവാചകൻ കണ്ണുകൊണ്ട് അവരോട് തടുക്കരുത് എന്ന് പറഞ്ഞു. ആ കുഞ്ഞ് സ്വസ്ഥമായിട്ട് മൂത്രമൊഴിക്കട്ടെ എന്ന് പറഞ്ഞു. പൂർണ്ണമായപ്പോൾ അള്ളാന്റെ റസൂല് കയ്യിലിരുന്ന തുണി കൊണ്ട് ആ കുഞ്ഞിന്റെ, ആരാബിയായ മനുഷ്യന്റെ കുഞ്ഞിന്റെ മൂത്രം തുടയ്ക്കാനായിട്ട് വരികയാ. അത് കണ്ടിട്ട് സഹാബാക്കൾ ഓടി വന്ന് തുടച്ചു. അതാണ് പ്രിയപ്പെട്ടവരെ എന്റെ മസ്ജിദ്, അതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഇടയിലുള്ള വഖഫ് ചെയ്യപ്പെട്ടത്. അതിന്റെ ഒരു ആവശ്യം കണ്ടാൽ, ഒരു ക്ലോക്കിന്റെ ഒരു ബാറ്ററി പോലും കണ്ടാൽ അത് ഓഫായി അല്ലെങ്കിൽ അത് പ്രവർത്തനരഹിതമാണെന്ന് കണ്ടാൽ എന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി നാം അത് നിറവേറ്റുന്ന സാഹചര്യത്തിലേക്ക് എത്തണം. അങ്ങനെയായിരുന്നു മഹാന്മാർ. അവരുടെ ഇടയിൽ പിരിവിന്റെ ആവശ്യം വന്നില്ല. അവരുടെ ഇടയിൽ ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ. അള്ളാഹുവിന്റെ മസ്ജിദിന് ഇന്ന ആവശ്യമുണ്ട്. നമ്മളുടെ ഇടയിൽ ആരെയും നിസാരവൽക്കരിക്കുകയല്ല. അല്ലാഹു തആല നമുക്കും ആ മാനസികാവസ്ഥ നൽകുമാറാകട്ടെ. നമ്മുടെ ഇടയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഒരാൾക്ക് 10 രൂപയേ ഉള്ളൂ, ആകെ 10 രൂപയാ കയ്യിലുള്ളത്. അതിൽ നിന്നും ഒരു മനുഷ്യൻ 5 രൂപ നൽകി. ഒരാളുടെ കയ്യിൽ 10 ലക്ഷമുണ്ട്, ആ 10 ലക്ഷത്തിൽ നിന്നും 1 ലക്ഷം ആ മനുഷ്യൻ നൽകി. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ പ്രവാചകനും പറയുന്നു, ആ 10 രൂപയിൽ നിന്നും 5 രൂപ നൽകിയ മനുഷ്യൻ ആ 1 ലക്ഷം നൽകിയ മനുഷ്യനേക്കാളും അള്ളാഹുവിന്റെ അടുക്കൽ മഹോന്നതന നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിന്റെ മസ്ജിദുമായി ബന്ധപ്പെട്ട് ധരിക്കേണ്ടത് സമ്പത്തുള്ളവർ കൊടുക്കട്ടെ, അവർ കൊടുക്കട്ടെ അല്ല പ്രിയപ്പെട്ടവരെ. എന്റെ ആവശ്യമാണ്, എന്റെ മസ്ജിദാണ്. കാരണം ഇത് വഖഫ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിന്റെ ഉടമസ്ഥാവകാശം, ഇതിന്റെ മിൽക്കിയത്ത് രാജാതിരാജാവായ തമ്പുരാനിലേക്ക് നിക്ഷിപ്തമാണ്. അല്ലാഹു തആല മാനസികാവസ്ഥ നമുക്ക് നൽകുമാറാകട്ടെ. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യ യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ വർഹം വർള അൻ അസ്ഹാബി റസൂലിക മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂസൻ മിൻ അവ്വലിഹിം ഇലാ ആഖിരിഹിം യാ അർഹമർ റഹീമീൻ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنة مأواهم. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. റഹ്മ റഹീമായ നാഥ, കരുണയുള്ള തമ്പുരാനെ, ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളിൽ ഒരാളെപ്പോലും നീ മഹ്റൂമാക്കല്ലേ റബ്ബേ. അല്ലാഹു ഞങ്ങളിൽ ഒരാളെപ്പോലും നീ വഴികേടിലാക്കല്ലേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളിൽ ഒരാളെപ്പോലും ഭാഗ്യം കെട്ടവരാക്കല്ലേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളെ എല്ലാം നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഞങ്ങളുടെ ശാരീരികമായ, മാനസികമായ, സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ വഖഫ് സ്വത്തുക്കളെ നീ സംരക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു പട്ടിണി കിടന്നും കഷ്ടപ്പെട്ടും അല്ലാഹു ഞങ്ങളുടെ മുൻഗാമികൾ അല്ലാഹു നിന്റെ മാർഗത്തിൽ വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ് തമ്പുരാനെ. അല്ലാഹു അതിൽ ഒന്നുപോലും അന്യാധീനപ്പെട്ടു പോകല്ല തമ്പുരാനെ. അല്ലാഹു അതെല്ലാം ഖിയാമത്ത് നാൾ വരെ സാധുക്കളായ മനുഷ്യർക്ക് ഉപയോഗപ്രദമായ രീതിയിൽ അല്ലാഹു നീ അതിനെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹു അതിനെ നീ ഒരു ഭരണാധികാരിയുടെയും കുതന്ത്രത്തിന് നീ കീഴ്പ്പെടുത്തല്ല തമ്പുരാനെ. അല്ലാഹു ഒരു ജന്മിത്തമ്പുരാന്റെ കയ്യിലേക്കും അതിനെ നീ ഏർപ്പെടുക്കല്ല തമ്പുരാനെ. അല്ലാഹു നീ വഖഫ് ഭൂമിയെ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തണേ അല്ലാഹ്. അല്ലാഹു അതിന്റെ പ്രയോജനം അല്ലാഹു സാധുക്കളായ മനുഷ്യർക്ക് വേണ്ടി നീ മാറ്റിവെക്കണം തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ വിശാലത നൽകണേ അല്ലാഹ്. അല്ലാഹു ഞങ്ങളിൽ ഉണ്ടാകുന്ന അപകടങ്ങൾ ഞങ്ങളുടെ സദഖയും ഞങ്ങളുടെ മനസ്സിന്റെ വിശാലതയും കാരണം നീ മാറ്റുമല്ല തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ മനസ്സുകൾക്ക് നീ വിശാലത നൽകണേ അല്ലാഹ്. അല്ലാഹു വഖഫ് സ്വത്തുക്കളിലേക്ക് ഞങ്ങളെ നീ അടുപ്പിക്കണേ തമ്പുരാനെ. അതിന്റെ ഖിദ്മത്തും അതിന്റെ സേവനവും ഇബാദത്തായിട്ട് ഞങ്ങൾക്ക് നീ മനസ്സിലാക്കി തരണേ അല്ലാഹ്. അല്ലാഹു ഒരുപാട് സാധുക്കൾ അത് സംരക്ഷിക്കുന്നു തമ്പുരാനെ. അല്ലാഹു സ്വന്തം ഉത്തരവാദിത്വത്തിൽ ഏറ്റെടുത്ത് നടത്തുന്നു തമ്പുരാനെ. അല്ലാഹു നീ അവരെ സ്വീകരിക്കണേ അല്ലാഹ്. അവരുടെ കുടുംബത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. അവരുടെ സമ്പത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ആയുസ്സിൽ ബർക്കത്ത് നൽകണേ തമ്പുരാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.